ഹലോ ചാപ്റ്റർ 3 നീം ഈ ചാപ്റ്ററിന്റെ എക്സസൈസ് ആണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. बातचीत के लिए नीम के बारे में आप क्या क्या जानते हैं? നീം ചെടിയെപ്പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമോ അതൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. नीम एक औषधि वृक्ष है. इसकी पत्तियां कड़वी होती है. ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. അതിന്റെ ഇലകള് നല്ല കയ്പുള്ളതാണ്. ലേക്കിൻ യഹ് കൈ ബീമാരിയോं को दूर करता है. എത്ര കയ്പുണ്ടെന്ന് പറഞ്ഞാലും അത് മെഡിസിനൽ പ്ലാന്റ് ആയതുകൊണ്ട് പല പല രോഗങ്ങളെയും അകറ്റും. आपने अपने परिवेश में बहुत से पेड़ पौधे देखे होंगे. कुछ के नाम बताइए. നിങ്ങളുടെ പരിസരത്തൊക്കെ ഉള്ള പ്ലാന്റ്സിന്റെ പേരുകൾ എഴുതാനാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നീം, ആം മാംഗോ, ബർഗദ് ആൽമരം, ഗുലാബ് റോസ് ഫ്ലവർ, തുളസി, കേലെ കാ പേട് ബനാന ട്രീ, അങ്ങനെ പല പല പ്ലാന്റ്സ്. आप विभिन्न प्रकार के पेड़ पौधों की पहचान किस आधार पर कर पाते हैं? ഓരോ പ്ലാന്റ്സിനെയും കാണുമ്പം ഇത് ഈ ചെടിയാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എന്ത് അടയാളം കൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് ബേസ് ചെയ്തിട്ടാണ് ഇത് ഈ ചെടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഹം ഉൻകെ പത്തവും ഫൂലവും അതിന്റെ ഇലകളും പൂക്കളും പിന്നെ ഫൽ പഴങ്ങളും ഓർ ആകാർ കെ അതിന്റെ ഷേപ്പ് കെ ആധാർ പർ പഹചാനത്തെ ഹേ. पेड़ पौधों से जुड़ा अपना कोई अनुभव सुनाइए. जैसे आपने कोई पौधा लगाया हो या किसी वृक्ष की छाया के नीचे आप खेलते हो. ഏതെങ്കിലും പ്ലാന്റ്സിനുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിലോ നിങ്ങളുടെ ഓർമ്മകളോ ഒക്കെ ക്ലാസ്സിൽ ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, मैंने अपने घर के पास तुलसी का पौधा लगाया है. ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു തുളസി ചെടി നട്ടിട്ടുണ്ട്. मैं रोज उसे पानी देता हूँ. ഞാൻ എപ്പോഴും അതിന് എല്ലാ ദിവസവും അതിന് വെള്ളം കൊടുക്കാറുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ഡിസ്കസ് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവം ടീച്ചേഴ്സും നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. आपको सबसे अच्छा पेड़ कौन सा लगता है? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരം ഏതാണ്? आपको यही पेड़ सबसे अच्छा क्यों लगता है? ഈ മരം അല്ലെങ്കിൽ ഈ ചെടി ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? मुझे आम का पेड़ पसंद है क्योंकि उस पर गर्मियों में मीठे आम लगते हैं और उसकी छाया बहुत ठंडी होती है. എനിക്ക് ആം പ്ലാന്റ് ആണ് ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ മാംഗോ ട്രീ ആണ് ഏറ്റവും ഇഷ്ടം. കാരണം ചൂടുകാലാവുമ്പോൾ നല്ല മധുരമുള്ള മാംഗോസ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിന് നല്ല തണല് തരും. അങ്ങനെ ഓരോരോ എക്സാമ്പിൾസ് എഴുതാം. നിങ്ങൾക്ക് ആപ്പിൾ ട്രീ ആയിരിക്കാം, ബനാന ട്രീ ആയിരിക്കാം, പിന്നെ കോക്കനട്ട് ട്രീ ആയിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സിനെ പറ്റി കാര്യങ്ങൾ പറയാം. പാട് കെ ഭീതർ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇസ് കവിത മേ കിൻ പക്ഷിയോं के नाम आए हैं? उनके नाम लिखिए. ഇതിൽ ചില പക്ഷികളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു ആ പക്ഷികൾ? ചിടിയ, കൗവ, തോത്ത. नीम से किन किन रोगों में लाभ हो सकता है? किन्हीं तीन के नाम पता करके लिखिए. നിങ്ങളുടെ വീട്ടിലുള്ള എൽഡേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പ്രായം ആയിട്ടുള്ള ആളുകളോട് ചോദിക്കണം, നീം ലീവ്സ് കൊണ്ട് എന്തൊക്കെ അസുഖങ്ങൾ മാറാം. എന്നിട്ട് അതൊക്കെ ഈ സ്പേസിൽ എഴുതാം. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പേരൻസിൻ്റെയോ ഗ്രാൻഡ് പാരൻസിൻ്റെയോ അടുത്ത് ഡിസ്കസ് ചെയ്ത് കിട്ടുന്ന ആൻസർ വേണം ഇവിടെ എഴുതാൻ. ഫസ്റ്റ്, ചേച്ചക്ക് എന്ന് പറഞ്ഞാൽ സ്മോൾ പോക്സ്. അതേപോലെ പണ്ട് ചിക്കൻ പോക്സ് എന്ന് പറഞ്ഞ അസുഖമൊക്കെ ഇല്ലേ? ഇതൊക്കെ വരുന്ന സമയത്ത് കുറെ വേപ്പിലകൾ വിരിച്ച ബെഡിലാണ് രോഗികളൊക്കെ കിടന്നിരുന്നത്. അടുത്തത് ത്വചാരോഗ്, സ്കിൻ ഡിസീസസ്. കയ്യിലൊക്കെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലൊക്കെ ഉണ്ടാവുന്ന അസുഖങ്ങൾ മാറാൻ നീം ബെസ്റ്റ് ആണ്. പിന്നെ
ഘാവ് എന്ന് പറഞ്ഞാൽ വൂൺസ്, എന്തെങ്കിലുമൊക്കെ മുറിവുകൾ പറ്റിയാലും അതിനെ ഉണക്കാൻ ഈ നീം സ്ലീവ് അരച്ച് അതിൻ്റെ അകത്ത് തേക്കാൻ പറ്റും. ഇതല്ലാതെ വേറെ കുറേ അസുഖങ്ങൾ നീം ലീവ്സ് ഉപയോഗിച്ച് മാറും. അത് നിങ്ങൾ പേരൻസിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എഴുതുക. നീം കാ വൃക്ഷ സബ്കാ മൻ കേസേ ബഹലാത്ത ഹേ. ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നുണ്ട് ബഹലാത്ത ഹേ, എങ്ങനെയാണ് എല്ലാരെയും ഹാപ്പി ആക്കുന്നത്. जब हवा चलती है तो नीम की डालियां झूलती है और मन को अच्छा लगता है. കാറ്റില് അതിൻ്റെ ചില്ലകൾ സ്വേ ചെയ്യുന്ന സമയത്ത് ചെറിയ കാറ്റ് കിട്ടി നല്ല കൂളായിട്ട് അതിൻ്റെ അടിയിലൊക്കെ പോയി ഇരിക്കുമ്പോൾ ആ കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷം വരും അല്ലേ. कविता की निम्नलिखित पंक्तियों को पढ़िए. चिड़िया कौवा तोता सबसे अपना नेह जताता नीम. ഇത് നമ്മുടെ ചാപ്റ്ററിലുള്ള ലൈൻസ് ആണ്. അത് വായിച്ചിട്ട് इन पंक्तियों में रेखांकित शब्द नेह का भाव है. नेह जताता है नीम. नेह എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്യാർ വ സ്നേഹ്. ഇതിന്റെ അർത്ഥം സ്നേഹം അല്ലെങ്കിൽ പ്യാർ, അതാണ് നേഹിന്റെ അർത്ഥം. अब निम्नलिखित प्रश्नों के उत्तर दीजिए. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പറയാം. नीम का वृक्ष पक्षियों से अपना नेह किस प्रकार जताता है. പ്ലാന്റ് എങ്ങനെയാണ് പക്ഷികളോട് തന്റെ സ്നേഹം കാണിക്കുന്നത്? എങ്ങനെയായിരുന്നു? वह उन्हें अपनी डालियों पर बैठने देता है. അതിന്റെ ചില്ലകളിൽ അവർക്ക് റെസ്റ്റ് എടുക്കാനും ഇരിക്കാനും ഒക്കെ സഹായിക്കും. और उनका घर बनने देता है. അവർക്ക് അവിടെ കൂട് കെട്ടി താമസിക്കാനുള്ള അവസരവും നീം പ്ലാന്റ് കൊടുക്കും. അങ്ങനെയാണ് പക്ഷികളെയൊക്കെ ഹാപ്പി ആക്കുന്നത്. आपके परिवार के सदस्य और अध्यापक आपसे अपना नेह किस प्रकार जताता है. നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളും നിങ്ങളുടെ അധ്യാപകരും മറ്റുള്ളവരും ഒക്കെ നിങ്ങളോടുള്ള സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കുക? വേ പ്യാർ സെ ബാത്തേ കർത്തേ ഹേ. അവർ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കും അല്ലേ. പഠായി മേ മദദ് കർത്തേ ഹേ. നിങ്ങളെ പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓർ ഹമാരി ദേഖ്ഭാൽ കർത്തേ ഹേ. അതുപോലെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. नीचे दी गई कविता की पंक्तियों को पढ़कर निम्नलिखित प्रश्नों के उत्तर दीजिए. ഇത് അടുത്ത രണ്ട് ലൈൻസ് ആണ്. चले प्रदूषित वायु कभी तो उसको शुद्ध बनाता नीम. എപ്പോഴെങ്കിലും പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ആണെങ്കിൽ അതിനെ ക്ലീൻ ചെയ്യും, അതിനെ വൃത്തിയാക്കും നീം. പ്രദൂഷിത് വായു സേ ആപ് ക്യാ സമജ്തേ ഹേ. എന്താണ് പ്രദൂഷിത് വായു? നമ്മൾ പറഞ്ഞു പ്രദൂഷിത് വായു അല്ലെങ്കിൽ പൊല്യൂട്ടഡ് എയർ, നമ്മുടെ ചുറ്റും എയർ ഉണ്ട്. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ നമ്മുടെ ചുറ്റുമുള്ള എയറിൽ നിന്നാണ്. അപ്പോൾ അത് പൊല്യൂട്ടഡ് ആയി പോവുക. പൊല്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള മോശമായ കാര്യങ്ങൾ എയറിലേക്ക് എൻ്റർ ആയിട്ട് ആ എയർ ചീത്തയായി പോകുന്നതിനാണ് പ്രദൂഷിത് വായു എന്ന് പറയുന്നത്. वह वायु जिसमें धुआं ഗന്ധ് ധൂൽ ഹോത്തി ഹേ. ധുവ എന്ന് പറഞ്ഞ സ്മോക്ക്, ഗന്ധ് എന്ന് പറഞ്ഞാൽ ബാഡ് സ്മെല്ല്, ധൂൽ എന്ന് പറഞ്ഞ പൊടി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ള എയറിനെയാണ് പൊല്യൂട്ടഡ് എയർ അല്ലെങ്കിൽ പ്രദൂഷിത് വായു എന്ന് പറയുന്നത്. और जो സ്വാസ്ഥ്യ के लिए हानिकारक है. പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ എന്തുകൊണ്ടാണ് നമ്മൾക്ക് പ്രശ്നമാകുന്നത്? ബിക്കോസ് അത് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമുക്കത് അസുഖങ്ങൾ ഉണ്ടാക്കും. ഇറ്റ് ക്യാൻ കോസ് ഡിസീസസ്. നെക്സ്റ്റ്, वृक्ष प्रदूषित वायु को कैसे शुद्ध बनाते हैं. എങ്ങനെയാണ് ഈ നീം പ്ലാന്റ് പ്രദൂഷിത് വായു കോ ശുദ്ധ ബനാത്തെ ഹേ? എങ്ങനെയാണ് ഈ പ്ലാന്റ് പ്രദൂഷിത് എയറിനെ ക്ലീൻ ആക്കുന്നത്? കാർബൺ ഡയോക്സൈഡ് കോ സോക്തേ ഹേ ഓർ ഓക്സിജൻ ചോടത്തെ ഹേ. നിങ്ങൾ ഫോട്ടോസിന്തസിസ് എന്ന ഒരു പ്രക്രിയയെ പറ്റി കേട്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടില് അമ്മയും അച്ഛനും ഒക്കെ അടുക്കളയിൽ കുക്ക് ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് തരും അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നത്. അതുപോലെ പ്ലാന്റ്സിന് വിശക്കില്ലേ? പ്ലാന്റ്സിന് എവിടുന്നാ ഫുഡ് കിട്ടുക? പ്ലാന്റ്സിന്റെ ഉള്ളിൽ സ്വന്തമായി അവര് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ്, അതിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നത്.
കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് അല്ല, നമുക്ക് കൂടുതൽ ഓക്സിജൻ ആണ് വേണ്ടത്. അപ്പോൾ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ പുറത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ വലിച്ചെടുക്കും, എന്നിട്ട് അതിന് പകരം ഓക്സിജൻ വിടും. അപ്പോൾ നല്ല ശുദ്ധമായ ഓക്സിജൻ പുറത്തേക്ക് വരുന്ന സമയത്ത് പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറും ക്ലീൻ ആയി മാറും. नीचे लिखे भाव कविता की किन पंक्तियों में आए हैं? ഇവിടെ തന്നിരിക്കുന്ന ഈ സെന്റൻസിന്റെ മീനിങ്, ഇത് കവിതയിലെ ഏത് ലൈൻസുമാണ് മാച്ച് ആവുന്നതെന്ന് നോക്കാം. नीम का वृक्ष डॉक्टर नहीं है फिर भी बहुत सारे रोगों को भगाता है. ഏത് ലൈൻസുമായിട്ടായിരുന്നു മാച്ച് ആവുന്നത്? नहीं डॉक्टर फिर भी देखो कितने रोग भगाता नीम. नीम का वृक्ष दिन भर प्रसन्न रहता है. ഫുൾ ഡേ നീം പ്ലാന്റ് നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ദിൻ ഭർ ഹസ്താ ഗാത്ത നീം. भाषा की बात. नीचे लिखे वाक्यों पर ध्यान दीजिए. लड़की पुस्तक पढ़ती है, लड़का पुस्तक पढ़ता है. इन दोनों वाक्यों में लड़की और लड़का संज्ञा शब्द है. അത് नेमिंग वर्ड्स ആണ്, लड़की लड़का. आपने ध्यान दिया होगा कि लड़की के लिए पढ़ती, पढ़ती എന്ന് യൂസ് ചെയ്യുന്നത് ലड़किക്ക് വേണ്ടിയാണ്. और लड़के के लिए पढ़ता, पढ़ता ഉപയോഗിച്ചിരിക്കുന്നത് लड़का ബോയ്ക്ക് വേണ്ടിയാണ്. क्रियारूप का प्रयोग किया जाता है. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു സംഖ്യാ ശബ്ദം അല്ലെങ്കിൽ നെയിമിംഗ് വേർഡ്. ലड़किയും ലड़ക്കയും നെയിമിംഗ് വേർഡ് ആണ്. പഠിത്തി അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ ആക്ഷൻ അല്ലെങ്കിൽ ക്രിയാ വേർഡ്, അതാണ് പഠിത്തി, പുസ്തകം പഠിക്കുകയാണ്. അപ്പൊ ഇത് ലड़किക്കും ലड़कയ്ക്കും വേറെ വേറെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. यह अंदर लिंग के कारण आया है. ഈ ഒരു ഡിഫറൻസ് അവരുടെ ജെൻഡർ, ഒരാള് സ്ത്രീ ഒരാള് പുരുഷൻ അല്ലെങ്കിൽ ഒരാള് ഗേൾ ഒരാള് ബോയ് ആയതുകൊണ്ട് വന്നതാണ്. ലിംഗ് സംഖ്യാ ശബ്ദ के बारे में बताता है कि यह संज्ञा शब्द स्त्रीवाचक है या पुरुषवाचक है. സ്ത്രീലിംഗം പുല്ലിംഗം എന്ന് മലയാളത്തിൽ പറയും, അതിന് ഹിന്ദിയിൽ പറയുന്നത് സ്ത്രീവാചക്, പുരുഷവാചക്. इसे नीचे दिए गए उदाहरणों से समझते हैं. താഴെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, നോക്കാം. മാതാജി സമാചാർ പഠിത്തി ഹേ. മാതാജി ഒരു ലേഡിയാണ്, അതുകൊണ്ട് പഠിത്തി ഹേ. പിതാജി, പിതാജി ഒരു മാൻ ആണല്ലേ, അപ്പോ പിതാജി ബാജി കാട്തേ ഹേ, മുറിക്കുകയാണ്. അപ്പൊ കാട്തേ അല്ലെ കാട്താ ഹേ എന്നാണ് പറയാ. ഇവിടെ ഈ സിറ്റുവേഷനിൽ കാട്തേ ഹേ, പക്ഷെ കാട്തി എന്നല്ല പറയുന്നത്. മനീഷ, മനീഷ ഒരു ഗേൾ ആണ്, അപ്പൊ എന്തായിരിക്കും? പതംഗ് ഉഡാത്തി ഹേ, ഉഡാത്തി. അരവിന്ദ് ഒരു ബോയ് ആണല്ലേ, അപ്പൊ ഝൂല ഝൂൽത്താ ഹേ. ടമാട്ടർ, ടമാട്ടർ ഖട്ടാ ഹേ, ഖട്ടി ഹേ എന്നല്ല ഖട്ടാ ഹേ ആണ്. അപ്പോ ആളുകൾക്ക് മാത്രമല്ല വേറെ കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ ഇതുപോലെ സ്ത്രീലിംഗം പുല്ലിംഗം ഉപയോഗിക്കും. അപ്പൊ അതാണ് ഇവിടുത്തെ എക്സാമ്പിൾ. ഇപ്പൊ ടമാട്ടർ, ടമാട്ടറിന്റെ ഘട്ട അതിനെ ഒരു മെയിൽ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇംലി, ഇംലി എന്ന് പറഞ്ഞാൽ പുളി, പുളി ഖട്ടി ഹേ, അതിന് പുളിപ്പാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഖട്ട ഒരു സ്ഥലത്ത് ഖട്ടി, ഇത് രണ്ടും ഒരു ഫ്രൂട്ടും അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾസും ഒക്കെ ആണല്ലേ. अब इस कविता में आए उन शब्दों को लिखिए जिनसे पता चलता है कि नीम पुल्लिंग है. അപ്പോൾ ഓരോ പ്ലാന്റ്സും ആനിമൽസും ലീഫും ഫ്ലവറും ഫ്രൂട്ടും ഒക്കെ പുല്ലിംഗമായിട്ടും സ്ത്രീലിംഗമായിട്ടും വേറെ വേറെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ ചാപ്റ്ററിനനുസരിച്ച് നമ്മുടെ നീം പ്ലാന്റ് പുല്ലിംഗമാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകൾ മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ അതൊക്കെ കണ്ടുപിടിച്ച് ഈ ഒരു സ്ഥലത്ത് ഫിൽ ചെയ്യുക. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ആ വേർഡ്സ്? ലഹരാത്ത നീം, ലഹരാത്തി നീം എന്നല്ല പറയുന്നത്. ഭൽഖാത്ത, ബഹ്ലാത്ത, ഹസ്ത, ഗാത്ത, ബനാത്ത. കണ്ടോ, എല്ലാം ആ ആണ്, ഈ അല്ല.
ഓക്കെ, അപ്പൊ ഈ വേർഡ്സ് ഒക്കെ ഇവിടെ ഫില്ല് ചെയ്യാം. नीचे रखी टोकरी में बहुत से फल और साग भाजी दिखाए गए हैं, उन्हें स्त्रीलिंग और पुल्लिंग के श्रेणी में रखिए. ഇത് നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കി സ്വന്തമായിട്ട് എഴുതാം. ഇതിലുള്ള കുറച്ച് എക്സാമ്പിൾസ് മാത്രം നമുക്ക് നോക്കാം. ഇതിൽ സ്ത്രീലിംഗമായിരിക്കുന്നത് ലോക്കി, ഇതാണ് ലോക്കി. ഗോപി, ഇവിടെ ഗോപി ഉണ്ട്. പിന്നെ ഭിണ്ടി, ഭിണ്ടി എന്ന് പറഞ്ഞാൽ വെണ്ടക്ക, ഇതൊക്കെ സ്ത്രീലിംഗമാണ്. അതുപോലെ പുല്ലിംഗ്, പുല്ലിംഗ് ആം, സേബ്, അങ്കൂർ. ആം മാംഗോ, സേബ് ആപ്പിൾ, അങ്കൂർ ഗ്രേപ്സ്, ഇതിനെയൊക്കെ ഖായി ജാത്തി ഹേ, ഖായി ജാത്ത ഹേ എന്നാണ് പറയുക. നമ്മൾ കഴിക്കുന്നതിന് ലോക്കി ആണെങ്കിൽ സ്ത്രീലിംഗമാണ്, ലോക്കി ഖായി ജാത്തി ഹേ. ആം പുല്ലിംഗമാണ്, അപ്പൊ ആം ഖായ ജാത്ത ഹേ, അങ്ങനെയാണ് പറയുക. ओके, प्रदूषित शब्द में प्र लगा है. प्रदूषित പൊല്യൂട്ടറിന്റെ ഹിന്ദിയാണ് പ്രദൂഷിത്, അതിൽ പ്ര എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ऐसे ही कुछ और शब्द ढूंढ कर नीचे लिखिए. ഓക്കെ, അപ്പൊ പ്രാൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് കണ്ടുപിടിച്ച് എഴുതുക. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. നമ്മുടെ എക്സാമ്പിൾസ്: പ്ര പ്രക്രിയ, പ്രാരംഭ് ആരംഭിക്കുക, സ്റ്റാർട്ട് ചെയ്യുക. പ്രചാർ ന്യൂസ് പേപ്പർ ഒക്കെ പ്രചരിപ്പിക്കുക, പ്രചാർ. ഇതുപോലെ തന്നെ പ്രാല് സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ വേറെ വേർഡ്സ്, അതിന്റെ മീനിങ്സ് ഒക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, അഭിനയ്. നീം കവിത മേ ബഹുത് സേ ക്രിയാ ശബ്ദ ആയേ ഹേ. നമ്മുടെ ഈ കവിതയിൽ കുറെ ആക്ഷൻ വേർഡ്സ് വന്നിട്ടുണ്ട്. കവിത एक बार पुनः पढ़िए और नीचे लिखे क्रिया शब्दों के भाव के अनुसार अभिनय कीजिए. ഓക്കെ, ആ കുറേ ക്രിയാശബ്ദ ആക്ഷൻ വേർഡ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി അതുപോലെ ആക്ട് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന വേർഡ്സിന്റെ ഒക്കെ മീനിങ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിന്ന് ഈ ആക്ഷൻസ് ഒക്കെ സ്വയമേ ക്ലാസ്സിൽ ആക്ട് ചെയ്യുക. ഓക്കെ, ഹസ്ന ചിരിക്കുക, ലഹരാത്ത ഫ്ലട്ടർ ചെയ്യുക അല്ലെങ്കിൽ വേവ് ചെയ്യുക, നേഹ് ജതാത്ത ഒരാളോട് സ്നേഹം പ്രകടിപ്പിക്കുക, അങ്ങനെ ഓരോരോ കാര്യങ്ങളും ആക്ട് ചെയ്യാം. വൃക്ഷ് ഏക് ഗുൺ അനേക്. ഒരു വൃക്ഷമാണ്, പക്ഷെ അതിന് പല പല ഗുണങ്ങളുണ്ട്. വൃക്ഷോं की बहुत सी विशेषताएं होती है. വൃക്ഷങ്ങൾക്ക് പല പല ഗുണങ്ങളും ഉണ്ടാവും. ഉൻ വിശേഷതാओं को लिखिए. അതുകളൊക്കെ എഴുതുക. എന്തൊക്കെ കാര്യങ്ങൾക്കാണ്, എന്തൊക്കെയാണ് വൃക്ഷങ്ങളുടെ പ്രത്യേകത, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? കുറേ ഗുണങ്ങളുണ്ട്. അതിൽ രണ്ടോ മൂന്നോ നമുക്ക് ഇവിടെ എഴുതാം, ബാക്കി നിങ്ങൾ സ്വയം കണ്ടുപിടിച്ച് എഴുതണം. ഓക്കെ, ഹരാബര നല്ല പച്ചപ്പ് നിറഞ്ഞ്, അതാണ് അതിൻ്റെ അർത്ഥം. ഇനി വായുക്കോ ശുദ്ധ കർത്താ ഹേ, ഇത് വായുവിനെ ശുദ്ധമാക്കും. നമ്മൾ നേരത്തെ മനസ്സിലാക്കി, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്തേക്ക് വിടും. ഛായ ദേത്താ ഹേ, നമുക്ക് ഷാഡോ അല്ലെങ്കിൽ നമുക്ക് തണല് തരും. ഫൽ ഫൂൽ ദേത്താ ഹേ, പഴങ്ങളും പൂക്കളും തരും. ഔഷധി ഗുണോസെ ഭർപൂർ, മെഡിസിനൽ വാല്യൂസ് ഉള്ള പല പല പ്ലാന്റ്സ് ഉണ്ട്. ഇനി ബാക്കി സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടുപിടിച്ച് ഫില്ല് ചെയ്യാം. नीचे कुछ वृक्षों और पौधों की चित्र है, उनके नाम अलट पुलट गए हैं, उन्हें पहचान कर मिलान कीजिए. अपनी भाषा में भी उनके नाम पता करके लिखिए. ഇവിടെ കുറേ ഇലകൾ തന്നിട്ടുണ്ട്. ഇത് ഏത് ചെടിയുടേതാണെന്ന് കണ്ടുപിടിച്ച് അതിന് ലൈൻ വരച്ച് മാച്ച് ചെയ്യാം. പിന്നെ അതിന് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയുന്നത് എന്നും കൂടി എഴുതണം. ഫസ്റ്റ് വൺ ആം. ആം എന്ന് പറഞ്ഞാൽ മാംഗോ ട്രീ ആണ്, അങ്ങനെയാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ചെടി ബർഗത്ത് ആണ്, ഇത് ബർഗത്ത് ആണ്. പിന്നെ ഈ ഒരു ചെടി, ഇത് ശീശം, അതാണ് ഇതിന്റെ പേര്, ശീശം. അടുത്തത് കൊറിയാണ്ടർ, ധനിയ. അടുത്തത് തുളസി. അടുത്തത് കേല, വാഴ. ഇതിനൊക്കെ എങ്ങനെയാ നമ്മുടെ മലയാളത്തിൽ പറയാ? ബർഗത്ത്, ബർഗത്തിന് ആൽമരം. ധനിയ മല്ലി. ആം എന്ന് പറഞ്ഞാൽ മാവ്, മാവില. ഇലയാണെങ്കിൽ മാവില, ചെടിയാണെങ്കിൽ മാവ്. തുളസി, തുളസി. പിന്നെ കേല, വാഴയില അല്ലെങ്കിൽ മരത്തിനാണെങ്കിൽ വാഴ. ശീശം എന്ന് പറഞ്ഞാൽ വീട്ടി, അതൊരു വലിയ മരമാണ്, വീട്ടി മരം.
नीचे दी गई पत्तियों को पहचानिए और इनके नाम तथा विशेषणाएं अपने अध्यापकों तथा അഭിഭാവകോं की സഹായത से लिखिए. നേരത്തെ നമ്മൾ കണ്ട പ്ലാൻസ് ഒക്കെ തന്നെയാണ്. അതിന്റെ പേരുകൾ എഴുതുക, പിന്നെ നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ തരുന്നു എന്ന് എഴുതാം. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ തരാം, പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ച് കണ്ടുപിടിച്ച് നിങ്ങളുടേതായ ഉത്തരങ്ങൾ എഴുതണം. ഫസ്റ്റ് വൺ ആം ആണ്. ആം ബന്ധൻ ബാർ ബനാനെ മേ പ്രयोग की जाती है. അത് നമുക്ക് നല്ല മധുരമുള്ള മാംഗോ തരും, ഷാഡോ തരും, നമുക്കതിൻ്റെ മുകളിൽ ഊഞ്ഞാലാടാൻ പറ്റും, അങ്ങനെ പല പല ഗുണങ്ങളും ഉണ്ട്. പക്ഷെ അവരിവിടെ എഴുതിയിരിക്കുന്നത് ബന്ധൻവാർ. വീടിന്റെ ഡോറിന്റെ മുകളിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഡോർ ഹാങ്ങിങ്സ് ഒക്കെ കണ്ടിട്ടില്ലേ, മാംഗോ ലീവ്സ് കൊണ്ടുള്ള, അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ബന്ധൻവാർ. അതേപോലെ അടുത്തത് നമ്മൾ നേരത്തെ ഇതിന്റെ പേര് കണ്ടു, ശീശം അല്ലേ. ഇത് ഛായാധാർ വൃക്ഷ ഹേ, നല്ല ഷാഡോ തരുന്ന വൃക്ഷമാണ്. അത് മാത്രമല്ല, ഇതുകൊണ്ട് ഇതിന്റെ മലയാളത്തിൽ വീട്ടി മരം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് നല്ല ഫേർണിച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കാനും പറ്റും. അടുത്തത് പീപ്പൽ ആണ്, ആൽമരം. അതിന് വാതാവരൺ കോ ശുദ്ധ കർത്താ ഹേ, പ്രദൂഷിത് വായു അതിനെ ശുദ്ധമാക്കാനും ഇതൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് കമൽ. കമൽ എന്ന് പറഞ്ഞാൽ താമരയാണ്. ഈ ഇല താമരയിലെയാണ്, അത് കമൽ. അതിന്റെ പത്തിയോം ഗോൽ ഹോത്തി ഹേ ഓർ പാനി കോ നഹി സോക്തി ഹേ. ഇതിന്റെ ഇലയില് അത് നല്ല റൗണ്ട് ആയിട്ടുള്ള ഇലയായിരിക്കും. അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് തെന്നി തെന്നി പോവും. നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിൻ്റെ അകത്തുള്ള ഒരു റൗണ്ട് ആയിട്ടാണ് വെള്ളം കുമിളകളയച്ച് പോയി പോവും. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലില്ല. പിന്നെ ഇതുകൊണ്ട് എന്തൊക്കെ യൂസ് ഉണ്ടെന്ന് ചോദിച്ചാൽ പല പല ഉപയോഗങ്ങളുണ്ട്. ഇതിനും മെഡിസിനൽ വാല്യൂ ഉണ്ട്. ചില ആളുകളൊക്കെ ഇത് കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ചിലരിത് നന്നായി ഉണക്കിയിട്ട് ഇതിൽ ഭക്ഷണം കഴിക്കാറുണ്ട്. അങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കും. ലാസ്റ്റ് വൺ പാലക്കാണ്, ചീരയില. ചീര ഹരി സബ്ജിക്ക് രൂപമേ ഉപയോഗ ഹോത്താ ഹേ. നല്ല പച്ചക്കറി ആയിട്ട് നമ്മൾ ഈ ചീര ഉപയോഗിച്ച് കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കും. आपके परिवेश में जो भी पत्ते देखते हैं उनका संग्रहण कीजिए. पत्तों को किसी मोटे कागज पर चिपकाइए. उनकी विशेषताओं को ध्यान में रखते हुए उनके बारे में दो दो वाक्य लिखिए. നിങ്ങളുടെ പരിസരത്തു നിന്നൊക്കെ കുറച്ച് ഇലകൾ പറിച്ച് നല്ല കട്ടിയുള്ളൊരു ബുക്കിൻ്റെ ഉള്ളിൽ ഓരോ പേജുകളിലായിട്ട് ഒട്ടിക്കുക. എന്നിട്ട് അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആ പേജിൽ എഴുതാം. അതുപോലെ തന്നെ അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് അതിൻ്റെ അകത്ത് എഴുതാം. ഓക്കെ. मैं नीम हूँ. नीचे नीम के बारे में कुछ ആധേ അധൂരെ വാക്യ ലിഖേ ഹേ. ഇവിടെ കുറെ സ്ഥലങ്ങളിൽ ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യണം. സഹപാഠിയോं से ചർച്ച करके इन वाक्यों को पूरा कीजिए. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് വേണം ഇതൊക്കെ ചെയ്യാൻ. മേരാ ഏക് ഏക് ഭാഗ് ഡാഷ് ഹേ. നീം പ്ലാന്റ് പറയാ, എൻ്റെ ബോഡിയിലുള്ള ഓരോ ഭാഗവും ഉപയോഗി ഹേ, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അടുത്തത് മേരി പത്തിയോം കാ ആകാർ. എൻ്റെ ഇലകളുടെ ഷേപ്പ്, നീം ലീഫിന്റെ ഷേപ്പ് എങ്ങനെയാണ്? ലംബ, മെലിഞ്ഞ് നീണ്ടിട്ടാണ് അല്ലേ. ഓർ രംഗ്, അതിന്റെ കളർ ഹരാ ഹോത്താ ഹേ, ഗ്രീൻ ആണ്. മേരി പത്തിയോം കെ കിനാരെ, ഇലകളുടെ സൈഡില്, ചുറ്റും നല്ല സൈഡില് കട്ടേ കട്ടേ ഹോത്തേ ഹേ, ചെറിയ മുറിഞ്ഞിരിക്കും പോലെയുള്ളൊരു ഡിസൈൻ ആണ് അതിൻ്റെ ഇലകളുടെ അറ്റത്തൊക്കെ ഉള്ളത്. മേരി പത്തിയോं को उबाल कर उस पानी में नहाने से डैश दूर होते हैं. ഈ നീമിന്റെ വെള്ളം ഇട്ട് ചൂടാക്കിയ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ത്വചാരോഗ്, എന്തെങ്കിലും സ്കിൻ ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോവും. മേരി കോമൽ ടഹ്നിയാം ദാന്ത്, എൻ്റെ ചെറിയ ചില്ലകൾ ഉപയോഗിച്ചിട്ട് പല്ല് തേക്കാം. ദാന്ത് എന്ന് പറഞ്ഞാൽ പല്ലാണ്. ദാന്ത് സാഫ് കർണേക്ക് കാം ആത്തി ഹേ, ഇസേ ദാത്തൂൻ കേത്തെ ഹേ. അങ്ങനെ കുഞ്ഞു ചിലകൾ, ഈ കുട്ടി പല്ല് തേക്കുന്നത് കണ്ടില്ലേ, ഇതുപോലെ ദാന്ത് സാഫ് കർണേക്ക് കാം ആത്തി ഹേ, പല്ല് വൃത്തിയാക്കാൻ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്നതിന് ദാത്തൂൻ എന്നാണ് പറയുന്നത്. മേരെ ഫൽ കോ ഡാഷ് കഹാ ജാത്താ ഹേ. എൻ്റെ പഴത്തിന് എന്താ പറയാ? നിമൗലി എന്നാണ് പറയുന്നത്. മേരി പത്തിയോം കാ സ്വാദ്, എൻ്റെ ഇലകളുടെ ടേസ്റ്റ് എന്താണ്? നിങ്ങൾ ആരെങ്കിലും നീം ലീഫ് കഴിച്ചു നോക്കിയിട്ടുണ്ടോ? കടുവ ഹോത്താ ഹേ, നല്ല കയ്പാണ്.
മേരി പത്തിയോം കോ സുഖാക്കർ എൻ്റെ ഇലകളെ ഉണക്കിയിട്ട് ഡാഷ് മേ രഖാ ജാത്താ ഹെ ഡിബ്ബേ മേ ഇതെന്ന് പറഞ്ഞാൽ രഖാ ജാത്താ ഹെ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു വെക്കുക. അപ്പം നല്ല പാത്രത്തിലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് ഭാവിയിൽ അത് മെഡിസിനിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഡാഷ് മാസ് മേ മേരി ചടാ ദേഖ്നെ ലൈക്ക് ഹോത്തി ഹെ എൻ്റെ ഏതൊരു മാസത്തിലാണ് എന്നെ കാണാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കുക, അതിനാണ് വൈശാഖ് മന്ത് എന്ന് പറയുന്നത്. ആവോ കബി മേരി ഡാൽ പർ ഡാഷ് കാ ആനന്ദ് ലോ എൻ്റെ ചില്ലകളിൽ ഝൂല ഝൂൽനെ കാ ആനന്ദ് ലോ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് വന്ന് ഊഞ്ഞാലാടൂ എന്നാണ്. आपने नीम के बहुत से गुणों के बारे में जाना. ഇപ്പൊ നമ്മൾ നീമിന്റെ പല പല ഗുണങ്ങളെ പറ്റിയാണ് മനസ്സിലാക്കിയിരുന്നത്. इसकी टहनियों पत्तियों निबोरियों में औषधीय गुण पाए जाते हैं. അതിന്റെ ഓരോ ഭാഗത്തും മെഡിസിനൽ വാല്യൂ ഉണ്ട്. इसलिए ഇസെ ഔഷധീയ വൃക്ഷ ബി കഹത്തെ ഹെ അതുകൊണ്ടാണ് അതിനെ മെഡിസിനൽ പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. അതിന്റെ ഓരോ ചില്ലകളിലും ഇലകളിലും എല്ലാത്തിലും അതിന്റെ തോലിലും ഒക്കെ മെഡിസിനൽ വാല്യൂ ഉണ്ട്. അതൊക്കെ പല അസുഖങ്ങൾക്കും മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. अपने सहपाठियों से चर्चा करके कुछ और औषधीय पेड़ पौधे एवं लताओं के नाम नीचे लिखिए. അപ്പോൾ നീമിനെ പറ്റി നമുക്ക് മനസ്സിലായി. അതുപോലെ സിമിലർ ആയിട്ടുള്ള വേറെയും മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. ഒന്നാമതായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് തുളസി. തുളസി എന്ന് പറഞ്ഞാൽ നമ്മുടെ തുളസിയാണ്. തുളസി ഒരു മെഡിസിനൽ പ്ലാന്റ് ആണല്ലേ. അതുപോലെ എലോവേര, ഹൽദി, ഹൽദി എന്ന് പറഞ്ഞാൽ മഞ്ഞൾ, അദ്രക് എന്ന് പറഞ്ഞാൽ ജിഞ്ചർ, ആംല നെല്ലിക്ക, അജ്വൈൻ, അജ്വൈൻ എന്ന് പറഞ്ഞാൽ പനിക്കൂർക്ക, ഇതൊക്കെ മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ്സ് ആണ്. आप नीम की डालियों पर रस्सी डालकर झूला झूलने का आनंद लेना चाहते हैं. നിങ്ങൾക്കൊരു നീം പ്ലാന്റിന്റെ അടുത്ത് ഊഞ്ഞാല് കെട്ടി ആടാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് കരുതുക. ആപ് വഹാ झूല डालने गए. നിങ്ങൾ അവിടെ ഒരു ഊഞ്ഞാല് കെട്ടാൻ വേണ്ടി പോയിരിക്കുകയാണ്. കൽപ്പന കീജിയെ കി നീം കി ഡാലിയാം ആപ്സെ ബാത് കർനെ ലഗി. അതായത് നീമിന്റെ പ്ലാന്റ് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയെന്ന് കരുതുക. എന്തൊക്കെയായിരിക്കും നിങ്ങളും നീം പ്ലാന്റിന്റെ ചില്ലയും തമ്മിലുള്ള സംസാരം? ആ ഒരു കോൺവെർസേഷൻ ഇമാജിൻ ചെയ്ത് ഇവിടെ എഴുതുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നീം പറയാണ്. നീം അരേ ബോത് ദിൻ ബാദ് ആയേ ഹോ. നിങ്ങൾ കുറേ ദിവസത്തിന് ശേഷമാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? നമുക്കൊരു സെറ്റ് ഓഫ് കൺവെർസേഷൻ നോക്കാം. ഹാ ആജ് മോസം ബോത്ത് അച്ഛാ ഹേ. ഇന്ന് നല്ല വെതർ ആണ്. ഇസ്ലിയേ झूला झूलने ആ ഗയാ അല്ലെങ്കിൽ ആ ഗയി. ഇന്ന് നല്ല വെതർ ആയതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അച്ഛാ കിയാ മേരി ഛായാ മേ झूलने से मन बहुत खुश हो जाएगा. എൻ്റെ ഈ ഒരു തണലിൽ നല്ല ഊഞ്ഞാല് കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആവും. आपकी डंडी चाव और खुशबू बहुत अच्छी लगती है. നിങ്ങളുടെ ഇതിൻ്റെ അടിയിൽ നല്ല തണുപ്പും അതുപോലെ നിങ്ങളുടെ നല്ല സ്മെല്ലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പൊ നീം എന്ത് പറയും? और मेरी पत्तियां तुम्हें बीमारियों से भी बचाती है. എൻ്റെ ഇലകൾ നിന്നെ അസുഖങ്ങളിൽ നിന്നും രക്ഷിക്കും. ആപ് मुझे पता है എനിക്ക് അറിയാം. മാ कहती है कि आप औषधियों के രാജാ ഹോ. മെഡിസിനൽ പ്ലാന്റ്സിൽ രാജാവാണ്, കിങ് ആണെന്ന് പറയാറുണ്ട് എന്ന്. ഇതിങ്ങനെ തന്നെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺവെർസേഷൻ ഇവിടെ ആഡ് ചെയ്യും. അങ്ങനെ ലാസ്റ്റ് സെഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് കുറച്ച് പഹേലിയമാണ്. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഇതിന്റെ ആൻസർ ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. എന്നാലും അത് നോക്കുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. പഗ്രി മേ ബി, ഗഗ്രി മേ ബി, ഓർ തുമാരി നഗ്രി മേ ബി. ഈ 3 വേർഡിലും ഒളിച്ചിരിക്കുന്നുണ്ട്. പഗ്രി, ഗഗ്രി, നഗരി. ഇതിൽ 3ൽ ഒളിച്ചിരിക്കുന്ന എന്തോ ഒരു വേർഡാണ്. കച്ചി ഖാओ പക്കി ഖാओ സിർ പർ ഉസ്കാ തേൽ ലഗാओ. ഓക്കെ, തലയിൽ തേക്കുന്ന എണ്ണ എന്തെണ്ണയാണ് നമ്മൾ തേക്കാറ്? കോക്കനട്ട് ഓയിൽ ആണല്ലേ. അപ്പൊ ഗഗരി, നഗരി, പഗരി. ഇതിൽ കോമൺ ആയിട്ടുള്ളതാണ് ഗരി. ഗരി എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ ഉള്ളിലുള്ള വെള്ള തേങ്ങ, നമ്മൾ കഴിക്കുന്ന തേങ്ങയില്ലേ, അതിനാണ് ഗരി എന്ന് പറയുന്നത്. നമുക്ക് ആൻസേഴ്സ് നോക്കാം. യെസ്, ഗരി.
ഓക്കെ, അപ്പൊ ആദ്യത്തേതാണ് തേങ്ങ. നെക്സ്റ്റ്, मैं भाग नहीं सकती फिर भी लोग मुझे बांधते हैं बताओ मैं कौन हूँ. എനിക്ക് ഒരു നിന്ന സ്ഥലത്ത് നിന്ന് ഓടി പോകാനൊന്നും പറ്റില്ല, ഞാൻ ഓടാറുമില്ല, പക്ഷേ എന്നെ ആൾക്കാര് കയ്യിൽ കെട്ടാറുണ്ട്. എന്താണത്? ഹാത്ത് കടി, വാച്ച്. നമുക്കറിയാം വാച്ചിലുള്ള സൂചികൾ ഓടിപ്പോവും അല്ലേ, പക്ഷെ എന്നാ വാച്ച് ഓടിപ്പോവോ? ഇല്ല. നെക്സ്റ്റ്, वह क्या है जहां नदी नहर സമുദ്ര ഹേ പർ ഗാഡിയാ നഹി. ഒരു സ്ഥലം, അവിടെ നദികളുണ്ട്, വഴികളുണ്ട്, സമുദ്രം, ഓഷ്യൻ ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഒരു വെഹിക്കിൾ പോലും ഇല്ല. അതെവിടെയാണ്? മാൻചിത്ര അല്ലെങ്കിൽ നക്ഷ എന്ന് പറഞ്ഞ മാപ്പാണ്. മാപ്പിൽ നമുക്ക് എല്ലാ വഴികളും കാണാൻ പറ്റും, എന്നാൽ അതിലൊരു വാഹനം പോലും കാണാൻ പറ്റില്ല. लास्ट वन, वह क्या है जिसे देखा जा सकता है पर छुआ नहीं जा सकता है. നമുക്ക് കാണാൻ പറ്റും, പക്ഷെ നമുക്ക് അതിനെ തൊടാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല. എന്താണത്? ഛായ അല്ലെങ്കിൽ ഷാഡോ. ഷാഡോനെ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ ഷാഡോനെ നമുക്ക് പിടിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഷാഡോ ഒരു വാളിൽ നിന്ന് കഴിഞ്ഞാൽ വാളിനെ നമുക്ക് തൊടാൻ പറ്റും, പക്ഷെ ഷാഡോനെ ആസ് ഇറ്റ് ഈസ് നമുക്ക് പിടിക്കാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇതൊക്കെ ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തെന്നേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. ക്ലാസ്സിൽ ടീച്ചേഴ്സും പിന്നെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് കാണുന്നവരെ ബൈ.